കൂലി വർധനവും 20% ബോണസും ആവശ്യപ്പെട്ട് നെല്ലിയാമ്പതിയിലെ തോട്ടം തൊഴിലാളികൾ മെല്ലെപ്പോക്ക് സമരം ആരംഭിച്ചു. ചന്ദ്രമാല AVT എസ്റ്റേറ്റുകളിലെ നൂറുകണക്കിന് തൊഴിലാളികളാണ് ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനമില്ലാതെ തന്നെ സമരം ആരംഭിച്ചത്. കൂലി വർധന നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. കൂലി വർധന നടപ്പിലാക്കേണ്ട കാലാവധി കഴിഞ്ഞ് 9 മാസമായിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് നെല്ലിയാമ്പതിയിലെ തോട്ടം തൊഴിലാളികൾ മെല്ലെപ്പോക്ക് സമരം ആരംഭിച്ചത്. ചന്ദ്രമാല AVT എസ്റ്റേറ്റുകളിലാണ് സമരം. ഇതോടെ ദിവസേന ശരാശരി 80 കിലോ വരെ തേയില എടുത്തിരുന്ന തൊഴിലാളി അത് 40 കിലോ വരെയാക്കി കുറച്ചു. അധിക സമയത്തുള്ള ജോലിയും നിർത്തിവെച്ചു. കൂലി വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 25-ന് നെല്ലിയാമ്പതിയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടക്കും. CITU, AITUC, INTUC, UTUC, HMS തുടങ്ങിയ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സമരം. എന്നാൽ BMS പ്രത്യേക സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേ ദിവസം തന്നെ നിരാഹാര സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. കഴിഞ്ഞ സാമ്പത്തിക കൊല്ലത്തെ ബോണസ് മാനേജ്മെൻറ്റ് മണലാർ എസ്റ്റേറ്റിലെ മാനേജ്മെൻറ്റ് ഏകപക്ഷീയമായി 8.33 നല്ല വരുമാനം ഉണ്ടായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് BMS ശക്തമായ പ്രക്ഷോഭം കൂടി എതിർക്കുകയുണ്ടായി. നോട്ടീസ് വിതരണം ചെയ്ത് തൊഴിലാളികൾ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിലും മറ്റു ട്രേഡ് യൂണിയനിൽ തന്നെ തൊഴിലാളികളെ വാങ്ങിക്കാൻ പറഞ്ഞു, വാങ്ങിച്ചു. അതിന് 8.33 ഒഴിച്ച് ബാക്കിയുള്ള സംഖ്യ കൂടി 20% ഉണ്ടാക്കി തരണമെന്നുകൊണ്ട് ഡിസ്ട്രിക്റ്റിൽ അവർ ആവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. 26 നടക്കുന്ന ചർച്ചയിൽ കൂലി വർധന സംബന്ധിച്ച് തീരുമാനമില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് പോകുമെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. അതുവരെ മെല്ലെപ്പോക്ക് സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. റിപ്പോർട്ടർ, പാലക്കാട്.